നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മലപ്പുറത്തെ മത്സരക്കളം. മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചേക്കുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും അന്തിമ തീരുമാനം വൈകിട്ട് ചേരുന്ന പാർട്ടി പാർലമെന്ററി കമ്മിറ്റിയിൽ. അന്തരിച്ച MP E അഹമ്മദിന്റെ മകൾ ഡോക്ടർ ഫൗസിയ സന്നദ്ധത അറിയിച്ച സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിൽ ആശയക്കുഴപ്പം. പാർട്ടി ദേശീയ അധ്യക്ഷനായിരുന്ന E അഹമ്മദിന്റെ വിയോഗം സൃഷ്ടിച്ച വിടവ് നികത്താൻ അനുയോജ്യൻ കുഞ്ഞാലിക്കുട്ടി എന്ന നിലപാടിൽ ഒരു വിഭാഗം. കേന്ദ്ര സർക്കാർ തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നടപടികളുടെ പശ്ചാത്തലത്തിൽ ലീഗിന് ദേശീയ തലത്തിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് വിലയിരുത്തൽ. ഇതിനായി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തനം ഡൽഹിയിലാക്കണമെന്നും വാദം. അതേസമയം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് മാറുന്നത് സംസ്ഥാനത്ത് UDFനെ ക്ഷീണിപ്പിക്കുമെന്ന് മുതിർന്ന നേതാക്കൾ. മുന്നണിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താവും ലീഗിന്റെ അന്തിമ തീരുമാനം. പാണക്കാട്ടെ യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടുണ്ടാകും. കാണാപ്പുറം തേടി ക്രൈംബ്രാഞ്ച്. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ ദുരൂഹ മരണത്തിൽ പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്ന ആരോപണത്തിനിടെ കേസ് ഏറ്റെടുത്ത് ക്രൈംബ്രാഞ്ച്. യുവതിയെ കാണാതായെന്ന പരാതിയിൽ കേസെടുക്കാൻ വൈകിച്ച പോലീസുകാരന് സസ്പെൻഷൻ. മൊബൈൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിരുന്നെങ്കിൽ മകളെ ജീവനോടെ കിട്ടുമായിരുന്നുവെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ പിടിയിലായ ക്രോണിന് മിഷേലുമായി 2 വർഷത്തിലധികമായി പരിചയമുണ്ടെന്ന് പോലീസ്. അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ഇരുവരും പ്രണയത്തിലായിരുന്നില്ലെന്നും ക്രോണിന്റെ വിചിത്ര സ്വഭാവം മിഷേലിന് ഇഷ്ടമായില്ലെന്നും സുഹൃത്തുക്കൾ. ഇതേ ചൊല്ലി ഇവർക്കിടയിൽ കലഹം പതിവായിരുന്നതായും മൊഴി. അതിനിടെ അറസ്റ്റിലായ ക്രോണിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കൂടുതൽ ചോദ്യം ചെയ്യാൻ ക്രോണിനെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടണമെന്ന പോലീസിന്റെ അപേക്ഷയും പരിഗണനയിൽ. മരണവുമായി ബന്ധമില്ലെന്നും മിഷേലുമായി ആത്മാർത്ഥ പ്രണയത്തിലായിരുന്നുവെന്നും ക്രോണിൻ. കുരുക്കുന്ന വാദങ്ങൾ. ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CBI. ലാവ്ലിനുമായി വിതരണ കരാർ ഉണ്ടാക്കിയത് മന്ത്രിസഭ അറിയാതെ. മറ്റു മന്ത്രിമാരിൽ നിന്ന് വസ്തുതകൾ മറച്ചുവെച്ചെന്നും ഉദ്യോഗസ്ഥ എതിർപ്പ് സ്വാധീനം ഉപയോഗിച്ച് മറികടന്നുവെന്നും അന്വേഷണ ഏജൻസി. CBIയുടെ വാദങ്ങൾ കേസ് പരിഗണിക്കവേ ഹൈക്കോടതി ഉന്നയിച്ച 9 ചോദ്യങ്ങൾക്ക് മറുപടിയായി. മലബാർ ക്യാൻസർ സെന്റർ പിണറായിയുടെ സ്വന്തം ആശയം. കേരള മുഖ്യമന്ത്രിക്കെതിരെ മുൻ CAG വിനോദ് റായ് ഉൾപ്പെടെ 10 സാക്ഷികളുണ്ടെന്നും CBI. പിടിവീണ പ്രജാപതി. UPയിൽ കൂട്ടമാനഭംഗ കേസിൽ ഒളിവിലായിരുന്ന സമാജ്വാദി പാർട്ടി നേതാവ് ഗായത്രി പ്രജാപതി അറസ്റ്റിൽ. കേസിൽ മുൻ മന്ത്രിയുടെ 2 ആൺമക്കൾ ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് ഇന്നലെ. UP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അമേഠി മണ്ഡലത്തിലെ പരാജയത്തിനു പിന്നാലെയാണ് പ്രജാപതി പിടിയിലായത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പ്രജാപതിക്കെതിരെ ലക്നോ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാസം 17-ന്. 2014-ൽ യുവതിയെ കൂട്ടമാനഭംഗത്തിനിരയാക്കുകയും മകളെ പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ വിവാദ നേതാവിനൊപ്പം മറ്റ് 6 പേർക്കെതിരെയും കേസ്. ഗായത്രി പ്രജാപതി ഒളിവിലായതിനെ തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും പാസ്പോർട്ട് റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ഒളിവിലായിരുന്നില്ലെന്നും പശ്ചിമ ബംഗാളിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെന്നും പ്രജാപതി. രാവിലെ ലക്നൌവിൽ നിന്നാണ് പോലീസ് വിവാദ നേതാവിനെ അറസ്റ്റ് ചെയ്തത്. ഒരുമിക്കേണ്ട കാലഘട്ടം. ശിവഗിരി മഠവും SNDP യോഗവും ഒരേ മനസ്സോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മഠത്തെ കൈവിട്ടുള്ള ഒരു കളിക്കും യോഗം തയ്യാറല്ല. വെള്ളാപ്പള്ളിയുടെ പരാമർശം പത്രാധിപർ K സുകുമാരൻ സ്മാരക തിരുവനന്തപുരം യൂണിയന്റെ മാധ്യമ പുരസ്കാരദാന ചടങ്ങിൽ. യൂണിയന്റെ പ്രഥമ പത്രാധിപർ സ്മാരക മാധ്യമ പുരസ്കാരം ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയിൽ നിന്ന് കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ K പ്രസന്നകുമാർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിച്ചു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.